ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈ ഫരിസയരെ ഈശോയോട് ചോദിക്കുകയാണ്, ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? ഫരിസയരെ സംബന്ധിച്ച് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ റിയാലിറ്റി ആയിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, മറിച്ച് കുറെ കാലം കൂടി കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമായിട്ടാണ് ഇവർ ദൈവരാജ്യത്തെ കരുതിയിരുന്നത്. ഈശോ പറയുകയാണ്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ റിയാലിറ്റി ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യത്തെ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് സുവിശേഷം നമ്മളോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യം. നമ്മളിങ്ങനെ രണ്ട് മീനുകളുടെ കഥ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ചെറിയ മീൻ വന്നിട്ട് അമ്മ മീനിനോട് പറയുകയാണ്, അമ്മേ എവിടെയാണ് കടൽ എന്ന് ചോദിക്കുകയാണ്. കടൽ ഞാൻ കണ്ടിട്ടില്ല, കടൽ എവിടെയാണ്? അപ്പൊ ഈ അമ്മ മീൻ ഈ കുഞ്ഞുമീനിനോട് പറയുകയാണ്, മോളെ നമ്മൾ ഈ ജീവിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് തന്നെയാണ് കടൽ, ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല, ഇതാണ് കടല് എന്ന് പറയുകയാണ്. എന്ന് പറയുന്ന പോലെ ഈ ഫരിസയർ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, ദൈവരാജ്യം എവിടെയാണ്? ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? അത് എവിടെയാണ്? ഈശോ പറയുകയാണ്, നമ്മളിപ്പോൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരു റിയാലിറ്റിയാണ് ദൈവരാജ്യം എന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാവം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ റിയാലിറ്റി ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഇടയിലും അത് അല്ലെ, ആ ദൈവരാജ്യം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവരാജ്യം സ്വന്തമാക്കാൻ ഉതകുന്ന രീതിയിൽ ചിലർക്കൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സ്വന്തമായിട്ട്